ഹലോ, ഈ ഒരുങ്ങിക്കിട്ട് എങ്ങോട്ടേക്കാണ് പോകണതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വർക്ക് ചെയ്യണ സ്കൂളിലേക്ക് പോവാണ്. ആദ്യം അവിടെ ടീച്ചറായിട്ടാണ് കയറിയത്, പക്ഷേ ഇപ്പോൾ അവിടെ ഓഫീസ് സ്റ്റാഫായിട്ടാണ് കയറിയത്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇറങ്ങി കുറച്ച് നടന്നപ്പോഴത്തേക്ക് ഒരു ഓട്ടോ കിട്ടി നേരെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോയി. എൻ്റെ അവിടെ എത്തി നമ്മൾ നേരെ ഒരു ബൂമർ വാങ്ങിച്ച് വണ്ടി കയറി സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് വിട്ട്. ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 15 മിനിറ്റൊക്കെ ഉണ്ട് ഇരുമ്പുപാലത്തേക്ക്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് നടക്കാനുണ്ട് സ്കൂളിലേക്ക്. ഓട്ടോറിക്ഷ നോക്കിയപ്പോൾ ഒറ്റ ഓട്ടോറിക്ഷയില്ല, എല്ലാം സ്കൂളിലേക്ക് പോകേണ്ട ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, അവിടുന്ന് നടന്ന് നേരെ സ്കൂളിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയത് എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ ഒരുക്കാനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിരുന്നു, അപ്പോൾ ഇപ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പിള്ളേർ ഒരുക്കാൻ പോയി. ഒരുക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും സ്റ്റേജിലേക്ക് പോയി. ബാക്കിൽ ഗ്രീൻ റൂം ഉണ്ടപ്പോൾ ബാക്കി ഒരുക്കുക അവിടെ നിന്നായിരുന്നു. പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പിള്ളേരിങ്ങനെ കളിക്കാൻ തുടങ്ങി. ഇതായിട്ട് വീഡിയോ എടുത്ത് ആള് ഭയങ്കര ജാട. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ വീണ്ടും ബാക്കിലേക്ക് പോയി പിള്ളേരെ നോക്കും, വീണ്ടും ഡാൻസ് നോക്കും. അങ്ങനെയായിരുന്നു. ഇതാണ് ഞാൻ ഒരുക്കിയ പിള്ളേരുടെ ഡാൻസ്. ഇതും പിന്നെ ഇപ്പം പിള്ളേരുണ്ടായിരുന്നു, അതെടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നമ്മൾ ബാക്കി പോയി പിള്ളേരെ നോക്കുന്ന തിരക്കിലായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കാന്താര മൂവിയിലെ സോങ് ഒക്കെ ഇട്ടായിരുന്നു ഇത് ഫുൾ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത ഇതെന്ന് പറഞ്ഞത് പുലിയായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മുഖ്യ അതിഥി വന്നു. ആളെ നമുക്ക് കാണാം, ഇതിലെ കൂടെ ആളെയും കൂടെയും കാണാം എന്ന ഒരിതിലും കൂടിയാണ് ഞാൻ പോയത്. പക്ഷെ മെയിനായിട്ട് നമ്മൾ ഒരുക്കാനാണ് പോയത്. അതിൻ്റെ ഇടയിൽ കൂടെ പുള്ളീനും കൂടിയും കാണാൻ എല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയത്. അജു വർഗീസ് ആയിരുന്നു വന്നത്. അപ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ അവിടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി അടുത്തിരുന്ന് കാണാൻ പറ്റി. പിന്നെ ഫുൾ അവരുടെ പ്രസംഗമൊക്കെ ആയിരുന്നു. അല്ലാത്തവരുടെ പ്രസംഗം കഴിഞ്ഞ് അജു വർഗീസ് പോയി, ഞങ്ങൾ അടിയിൽ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. ഒരു സെൽഫിയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ നേരെ വന്ന് വീണ്ടും പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ജില്ലയുടെ വെച്ചാണ് പ്രോഗ്രാംസൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ പ്രോഗ്രാംസും കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മറ്റേ കരാട്ട എടുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാംസാണ് ഉണ്ടായിരുന്നത്. അതും കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങി. പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ അടിയിലേക്ക് പോയി. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നെയ്ച്ചോറും ചിക്കനും ചള്ളാസും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതും കഴിച്ച് അവിടെ നിന്ന് സ്കൂൾ ബസ്സിലേക്കാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പരിപാടി കഴിഞ്ഞത്. കുറച്ച് നേരമാണെങ്കിലും പിള്ളേരുടെ ഒപ്പം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അവരോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ വന്ന്, ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ളൂ, ബൈ.